ഹോർമുസ് കടലിടുക്കിനെ ചുള്ളിയുള്ള US ഇറാൻ തർക്കം രൂക്ഷമായതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം വീണ്ടും അനിശ്ചിതത്വത്തിലാവുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, വീണ്ടും വെടിനിർത്തൽ 10 ദിവസത്തേക്ക് കൊണ്ടുവന്ന ട്രംപിന്റെ നിലപാട് ട്രംപ് മാറ്റിയിരിക്കുകയാണ്. അതായത് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയാത്തൊരു നേതാവായിട്ട് ട്രംപ് മാറുന്നു. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും ഈ ഒരു പ്രശ്നം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് കാര്യം പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. വെടിനിർത്തൽ 10 ദിവസത്തേക്ക് കൊണ്ടുവന്നിട്ട് ട്രംപ് അതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ഇറാന്റെ കപ്പൽ പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കപ്പൽ പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. അതായത് പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തതോടെയാണ് മേഖലയിൽ അതിരൂക്ഷമായിട്ടുള്ള സംഘർഷം ആയത്. കപ്പലിന്റെ എഞ്ചിൻ റൂം തകർത്ത് അത് കസ്റ്റഡിയിലെടുത്ത അമേരിക്കൻ നടപടി വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. മാത്രമല്ല ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുകയാണെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി വലിയൊരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനൊക്കെ മധ്യസ്ഥത വഹിച്ച് നിന്ന് ആ ഒരു സമാധാന കരാറും അല്ലെങ്കിൽ ആ ചർച്ചകളിൽ ഇറാൻ വന്നിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ ഈ നിരന്തരമായിട്ടുള്ള അമേരിക്കയുടെ ഇടപെടൽ മൂലമായിരുന്നു ഈ ഇറാൻ ചർച്ചകളിലേക്ക് വന്നത്. പക്ഷെ വീണ്ടും ഈ അമേരിക്ക പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറുകയാണ്. അതായത് ലോകത്തിന് മുന്നിൽ വീണ്ടും ചതിയനാവുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം, അതായത് ഈ ഇറാന്റെ കപ്പൽ തകർത്ത് അല്ലെങ്കിൽ ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തത് കൊണ്ട് ഇനി സമാധാന ചർച്ചകളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. ഇറാന്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇറാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എയർബേസുകളിലേക്ക് വീണ്ടും ഞങ്ങൾ ആക്രമണം നടത്തും, ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങൾ പ്രഹരം വരുത്തുമെന്ന്. എന്തായാലും ആ ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. എന്തായാലും ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാകും, അതിൽ സംശയമില്ല. യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കപ്പലിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തുമെന്നും ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി പടക്കപ്പലുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനെ തുടർന്ന് കർശന നിലപാടുമായിട്ടാണ് ഇറാൻ രംഗത്തെത്തുന്നത്. ഏത് സമയവും എന്തും സംഭവിക്കാം എന്ന രീതിയിലേക്ക് ഇറാൻ തന്റെ നീക്കങ്ങൾ നടത്തുകയാണ്. വളരെയധികം പ്രയാസത്തോടെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ ഉള്ളത്. കാരണം ആകെ സമാധാനം അല്ലെങ്കിൽ ആശ്വാസമായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ആക്രമണം നടക്കുന്നത്. ലെബനാനിലേക്ക് വെടിനിർത്തൽ 10 ദിവസത്തേക്ക് നിർത്തിവെച്ചു. അതും ഈ പറയുന്ന ഇറാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു, സമ്മർദ്ദത്തിനെ തുടർന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇറാൻ പാർലമെന്റ് പ്രത്യേക നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ അവിടെ ഒരു കർശന നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. ഇനി അങ്ങോട്ടേക്ക് അത് കൂടുതൽ ഘടിപ്പിക്കുകയാണ്. പുതിയ നിയമം നിലവിൽ വരുന്നതോടെ ഇസ്രായേൽ കപ്പലുകൾക്ക് ഈ പാതയിലൂടെയുള്ള പ്രവേശനം പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെടും. കാരണം ഈ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി ആവശ്യമായി വരും. അതായത് വലിയൊരു കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. ഈ നിലപാട് മാത്രമല്ല, ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഫെബ്രുവരി 28 ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്ന് സംയുക്ത ഒരു ആക്രമണം നടത്തിയ, അതായത് എപ്പിക് ഫ്യൂറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ആക്രമണം നടത്തിയിരുന്നത്. ആ ആക്രമണത്തിൽ ഇന്ന് വരെ നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും കൊയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത്രയും വെല്ലുവിളികൾക്കിടയിലും ഇത്രയും ആക്രമണങ്ങൾക്കിടയിലും എല്ലാം ഇറാൻ നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോൾ അമേരിക്ക വീണ്ടും ചതിപ്രയോഗത്തിലൂടെ വീണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മൊത്തം വഞ്ചിക്കുകയാണ്. ഇപ്പോൾ ഇറാനെ വഞ്ചിക്കുന്നതല്ല ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, പശ്ചിമേഷ്യയെ വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം പശ്ചിമേഷ്യ ഒരു സമാധാനം കാത്തിരുന്നവരാണ്, ആ സമാധാനത്തിൽ ആശ്വസിച്ചവരാണ്. ആ ആശ്വാസത്തിന് പെടുന്നതിനെയാണ് ഇപ്പോൾ അതിനൊരു അന്ത്യം വരുത്തിയിരിക്കുന്നത്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടി ചേർന്ന് സംയുക്തമായിട്ട് ഗൂഢാലോചനയൊക്കെ നടത്തി ഇങ്ങനെയുള്ള ഒരു ആക്രമണം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സമാധാനം ഇല്ലായ്മയാക്കുന്നത് പശ്ചിമേഷ്യയാണ്, അവിടുത്തെ ജനങ്ങളെയാണ്. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വീണ്ടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവരുടെ ഭാവിയോ
പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ പറ്റി ട്രംപ് ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല. സ്വന്തം ജനത്തെ പോലും ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനിടയിലാണ് ട്രംപിന്റെ ഇത്തരം കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു കടുത്ത നീക്കം അധികം നാൾ നിൽക്കില്ല. അതിനെതിരെ ഇറാന്റെ ശക്തി വരും എന്നതിൽ സംശയമില്ല. ഇറാൻ ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയാണ്. ഒരുപക്ഷെ ആക്രമണം കൊണ്ട് ഇവിടെ തടുക്കുക മാത്രമല്ല ഇറാൻ ചെയ്യുന്നത്. ഇറാന്റെ കളി എന്ന് പറയുന്നത് ബുദ്ധിപൂർവമാണ്. ഈ പറയുന്നത് പോലെ തന്നെ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കപ്പൽ പോലും അതുവഴി കടക്കാൻ ഇറാൻ സമ്മതിക്കില്ല എന്നതാണ്. എന്തായാലും ഇറാനെ ആക്രമിച്ച രാജ്യങ്ങളിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വരെ അവരുടെ കപ്പലുകൾ കടത്തിവിടില്ല എന്ന കർശന നിലപാടിലാണ് രാജ്യമുള്ളത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാനായിട്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഇറാൻ പ്രസിഡന്റുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. എന്നാലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതയിലെ ഈ അനിശ്ചിതത്വം ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനും ചരക്ക് ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുള്ളതിനാൽ യുദ്ധം പുനരാരംഭിച്ചു കഴിഞ്ഞാൽ അത് ലോക വിപണിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ട്രംപിന് യാതൊരു തരത്തിലുള്ള കുലുക്കവുമില്ല. കാരണം ഈ ഒരു യുദ്ധം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനി ഇസ്രായേലിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇസ്രായേലിന് ഇത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഏറ്റവും കൂടുതൽ അതൃപ്തി പ്രകടിപ്പിച്ച ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ യുദ്ധം നിർത്തൽ അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കണ്ടതാണ് ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ആക്രമണം, ഈ പറയുന്ന യുദ്ധം ഒരു 20 ദിവസത്തേക്ക് നിർത്തിയപ്പോൾ അത് സഹിക്കവയ്യാതെ അല്ലെങ്കിൽ ആ ഒരു കാര്യം അതൃപ്തി അറിയിച്ചുകൊണ്ട് മറുവശത്ത് ലെബനാനിലേക്ക് ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല പലതവണയായിട്ട് ട്രംപ് ഈ ഒരു ആക്രമണം നിർത്തണം എന്ന് പറയുമ്പോഴും അതിൽ നിർത്താതെ അല്ലെങ്കിൽ മറുവശത്ത് വീണ്ടും ആക്രമണം നടത്തുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധക്കൊതിയനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഈ കാര്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. വെടിനിർത്തലിലൊക്കെ പിന്നോട്ട് നിന്നൊരു സാഹചര്യമാണ്. പക്ഷെ അമേരിക്ക ഇപ്പോൾ ഈ പറയുന്ന ചർച്ചകൾ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ലംഘനം നടത്തിക്കൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അത് ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ വീണ്ടും രംഗത്തെത്തും. എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഇത്തരം രീതിയിലുള്ള ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ചെറിയ വെല്ലുവിളികളും ചെറിയ ഭീഷണികളുമല്ല, അത് ലോകം മൊത്തത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഭീഷണികളാണ്. ഇപ്പോൾ ഉപരോധം നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമാണ്. നമ്മൾ എല്ലാ ന്യൂസിലും പറയുന്നത് പോലെ തന്നെ ഈ പ്രകൃതിവാതകം ഇതിന്റെ 20% അത് ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാത അടച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകും. ആ ഒരു രീതി മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഉൾപ്പെടെയുള്ള മധ്യസ്ഥത നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ രംഗത്തെത്തുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു പരിഹാരം കാണുന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും ചതിക്കുന്ന ഒരു അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലായ കാര്യമാണ് ട്രംപ് എത്രത്തോളം ചതിയനാണ് എന്നുള്ളത്. കാരണം തുടക്കം മുതലേ ഈ ഒരു യുദ്ധം എടുത്തു നോക്കുകയാണെങ്കിൽ പറയുന്ന പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കാത്തൊരു നേതാവുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ട്രംപാണ്. ട്രംപ് ഇന്ന് പറയുന്ന കാര്യമല്ല പിന്നീട് പറയുന്നത്. ഇന്നൊരു തീരുമാനം കൊണ്ടുവന്ന് ലോകത്തെ മൊത്തത്തിൽ ഒരു സമാധാന രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് ഞൊടിയിടയിൽ തന്നെ ആ സമാധാനം തകർക്കുന്ന രണ്ടാമത്തെ ഒരു തീരുമാനമായിരിക്കും ട്രംപ് എടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതായത് ഇറാനുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണ്, ഈ ചർച്ച നടക്കുമെന്ന് ഇരിക്കെയാണ് വീണ്ടും ഇറാന്റെ കപ്പലിനെ അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നത്, അതിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇറാൻ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കും. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ നിർണായകമാണ്. അത് പശ്ചിമേഷ്യ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് സമാധാന ചർച്ചകളിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് പിന്മാറുന്നു എന്നുള്ളൊരു വാർത്തയാണ്. വളരെ കഷ്ടപ്പെട്ടായിരുന്നു ട്രംപ് കായും കാലും പിടിച്ച് ഈ ഇറാനെ ഇതിലേക്ക് ഒരു സമാധാന ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ പിന്നിൽ പാക് ഉണ്ടായിരുന്നു. ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ അവർ പറഞ്ഞ് നിരന്തരം ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് രംഗത്ത് കൊണ്ടുവന്നിരുന്നത്. കാരണം പശ്ചിമേഷ്യയുടെ അവസ്ഥ അറിയാം. ഈ പാക്കും ഇതിനെയൊക്കെ ആശ്രയിച്ച്
ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ പല രാജ്യങ്ങൾ ഇതിനെ ആശ്രയിച്ച്, ഈ കപ്പൽ നിന്ന് വരുന്ന ചരക്കുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, ദൈനംദിന ജീവിതങ്ങളുള്ളവരാണ്. അവരുടെ ആ ഒരു ജീവിതത്തിൽ വരുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഒരു ചരക്ക് കപ്പൽ തടയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് ലോകം മൊത്തത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കും പട്ടിണിയിലേക്കും ഒക്കെ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് വന്ന് പറയുന്നത് ഇതൊരു സമാധാനത്തിലേക്ക് പോകാൻ. അതിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നിന്ന് ഇപ്പോൾ ഈ ഒരു സമാധാന മധ്യസ്ഥ നിന്നത് പാക് പ്രധാനമന്ത്രിയായിരുന്നു, ഷഹബാസ് ഷെരീഫായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഈ ഒരു ലംഘനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ലംഘനത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇറാൻ ഇനി വെറുതെ ഇരിക്കത്തില്ല. ഇറാൻ ഈ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറിയതോടെ യുദ്ധ സാഹചര്യം വീണ്ടും കനക്കും, പശ്ചിമേഷ്യ അതിരൂക്ഷമായിട്ട് സ്തംഭിക്കും. അത് മാത്രമല്ല, ജനങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. അത്രയും കൊടും ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു നീക്കം നടന്നിരിക്കുകയാണ്.